ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഈ തെറ്റായ വാദമുന്നയിക്കുന്ന മനുഷ്യൻ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് ജൂതനായിരുന്നു എന്നുവരെ ആശയമുന്നയിക്കുന്ന മനുഷ്യനെ സമീപിച്ചു മഹാനായ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങളുടെ മകൾക്ക് ഞാനൊരു നല്ല വരനെ കണ്ടിട്ടുണ്ട്. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറഞ്ഞതാ, നിങ്ങളുടെ മകൾക്ക് ഞാൻ നല്ലൊരു വരനെ കണ്ടിട്ടുണ്ട്. ആരാണ് എന്ന് ചോദിച്ചു. അത് എൻ്റെ അടുത്ത് അന്വേഷണം കൊണ്ട് ഇങ്ങോട്ട് വന്നതാണ്. ആരാണ് എന്ന് ചോദിച്ചു. അതെന്റെ തൊട്ടടുത്ത വീട്ടിലുള്ള ഒരു യഹൂദിയാണ്. തൊട്ടടുത്ത വീട്ടിലുള്ള ഒരു യഹൂദി അദ്ദേഹത്തിന്റെ മകന് നിങ്ങളുടെ മകളെ അന്വേഷിക്കുന്നുണ്ട്. ഇയാൾ ഇങ്ങോട്ട് ചൂടായി. ഇയാൾ ചൂടായിട്ട് ഒരു മുസ്ലിമായ പെൺകുട്ടിയെ യഹൂദിക്ക് കല്യാണം കഴിച്ചു കൊടുക്കാൻ പറ്റുമോ? അങ്ങനെ ഒരു യഹൂദിയെ എങ്ങനെ അന്വേഷിക്കുക? അങ്ങനെ സംഭവിക്കും എന്നൊക്കെ പറഞ്ഞ് ഇയാൾ ഇങ്ങോട്ട് ചൂടായി. അപ്പൊ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ചൂടാവൊന്നും വേണ്ട, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് മകളെ കെട്ടിച്ചു കൊടുത്തത് ആരാണ്? ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് മകളെ കെട്ടിച്ചു കൊടുത്തത് ആരാണ്? സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. അത് ഒരു മകളെയാണോ? അല്ല, രണ്ട് മകളെ. അങ്ങനെ രണ്ട് മകളെ, ഒരു മകൾക്ക് ശേഷം മറ്റൊരു മകളെ, അങ്ങനെ രണ്ട് മകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്തു കൊടുത്ത ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ജൂതനാണെന്നല്ലേ നിങ്ങളെ വാദം? അപ്പൊ പിന്നെ നിങ്ങളുടെ മകന് നിങ്ങളുടെ മകൾക്ക് ഒരു ജൂതന്റെ മകൻ അനുയോജ്യമല്ലേ എന്ന് ചോദിച്ചു. നബി തങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് പറ്റൂലേ എന്നാ ചോദ്യം. സുബ്ഹാനല്ലാഹ്. അപ്പോഴാണ് ആ മനുഷ്യൻ, എന്റെ വാദത്തിന്റെ അപകടം എത്ര വലുതാണ്, എത്ര വലിയ അപകടം പിടിച്ച വാദമാണ് ഞാൻ വാദിച്ചത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ രണ്ട് പെൺകുട്ടികൾക്ക് വിവാഹത്തിന് തെരഞ്ഞെടുത്ത ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ ജൂതനാണെന്ന് ഞാൻ വാദിച്ചാൽ എന്റെ എതിരിലല്ലാതെ ഹബീബായ നബി തങ്ങൾ ഉണ്ടാകുമോ? അതേ നിമിഷത്തിൽ അദ്ദേഹം തൗബ ചെയ്യുന്നു. അദ്ദേഹം സുന്നത്ത് ജമാഅത്ത് ഉൾക്കൊള്ളുന്നു. സുഹൃത്തുക്കളെ, പണ്ഡിതന്മാരുടെ പ്രവർത്തനമാണ്, പണ്ഡിതന്മാരുടെ വാക്കുകളാണ്, പണ്ഡിതന്മാരുടെ ത്യാഗമാണ്, പണ്ഡിതന്മാരുടെ സേവനങ്ങളാണ് ലോകത്ത് ഇസ്ലാമിനെ തെറ്റിദ്ധരിക്കുന്നവർക്ക് ഇസ്ലാമിനെ ശരിയായ രൂപത്തിൽ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ആദ്യ നൂറ്റാണ്ടുകൾ മുതൽക്ക് ഇന്നേ വരെ കാരണമായിട്ടുള്ളത്. അതുകൊണ്ടാണ് മുസ്ലിം ഉമ്മത്ത് ഈമാനുള്ളവരാണോ എങ്കിൽ അവർ ഉലമാഇനെ ആദരിക്കുന്നു, അഹ്ലു ബൈത്തിനെ സ്നേഹിക്കുന്നു, ആദരിക്കുന്നു. ഒരിക്കലും ഒരു ആലിമിന്റെ മനസ്സിൽ ശരിയായ ആലിമാണെങ്കിൽ ഞാനൊരു പണ്ഡിതനാണെന്ന ഹുങ്കുണ്ടാവൂല. മറിച്ച് പടച്ച റബ്ബേ, അറിവുള്ളതോടുകൂടി എന്നിൽ പല അബദ്ധങ്ങളും വന്നിട്ടുണ്ടല്ലോ, എന്റെ സ്വന്തം ജീവിതത്തിൽ പല തെറ്റുകളും വന്നിട്ടുണ്ടല്ലോ, അതിന് നീ എന്നെ ശിക്ഷിക്കുമോ എന്ന ഭയത്തിലായിരിക്കും പണ്ഡിതന്മാർ. ഇതേപോലെ സയ്യിദന്മാർ, അല്ലാഹുവിന് തഖ്വ ചെയ്ത് ജീവിക്കുന്ന സയ്യിദന്മാർ, അവരും എപ്പോഴും ഞാൻ ഉപ്പാപ്പയുടെ മുന്നിൽ കുടുങ്ങിപ്പോകുമോ എന്ന ഭയത്തിലായിരിക്കും. അതുകൊണ്ടല്ലേ സുഹൃത്തുക്കളെ, ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു വലിയ പണ്ഡിതനാണ്, വലിയ മഹാനാണ്. ആ അബൂ ഹനീഫ തങ്ങൾ ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരാൾ പറയുന്നു, കണ്ടോ പോകുന്നത് ആരാണ്? അബൂ ഹനീഫയാണത്. രാത്രി മുഴുവനും എഴുന്നേറ്റ് നിന്ന് സുന്നത്ത് നിസ്കരിക്കുന്ന ആളാണ് എന്ന് പുകഴ്ത്തി പറയുമ്പോൾ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു നടുങ്ങിപ്പോകുന്നു. അവിടുന്ന് രാത്രി മുഴുവനും സുന്നത്ത് നിസ്കരിക്കാറില്ല, കുറഞ്ഞ സമയം ഉറങ്ങാറുണ്ട്, രാത്രിയുടെ പകുതി സമയം സുന്നത്ത് നിസ്കാരത്തിൽ ചെലവഴിക്കാറുണ്ട്, ഒരു പകുതി സമയം വിശ്രമിക്കാറുമുണ്ട്. അങ്ങനെയാണ് പതിവ്. മഹാനവറുകൾ അത് കേട്ടപ്പോൾ നടുങ്ങിപ്പോകുന്നു. പടച്ച റബ്ബിനോട് പറയുന്നു, അല്ലാഹ്
എനിക്കില്ലാത്ത മഹത്വം അതാ വിളിച്ചു പറയുന്നു. അതിന്റെ പേരിൽ നീ എന്നെ ശിക്ഷിക്കരുതേ അല്ലാഹ്. ശരിയായ ആലിമീങ്ങൾ അങ്ങനെ, അവർക്കെപ്പോഴും അവരുടെ ആഖിറത്തിന്റെ വിഷയത്തിലുള്ള പേടിയാണ്. ഇതുകൊണ്ടായിരുന്നു ബഹുമാനപ്പെട്ട ദാവൂദ് ത്വാഇ റളിയല്ലാഹു അൻഹു മഹാനായ സയ്യിദായ ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹുവിനെ സമീപിക്കുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച്. ചില്ലറക്കാരനല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സന്താന പരമ്പരയിൽപ്പെട്ട ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം ഭരണാധികാരി മന്ത്രിനെ വിളിച്ചിട്ട് പറഞ്ഞു, ആ ജഅഫറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. മന്ത്രിക്ക് തോന്നി ഈ വിളി ശരിയായ വിളിയല്ല, ഇതെന്തോ മൂപ്പര പേരിൽ എന്തോ ചെയ്യാൻ വേണ്ടിയുള്ള പരിപാടി. മന്ത്രി പറഞ്ഞു, അല്ലയോ രാജാവേ, നമ്മളെന്തിനാണ് അയാളുടെ കാര്യത്തിൽ ഇടപെടുന്നത്? അദ്ദേഹം ഏതോ ഒരു സ്ഥലത്തിരുന്ന് ഇബാദത്തെടുത്ത് അദ്ദേഹത്തിന്റെ കാര്യമായിട്ട് കൂടില്ലേ, നമ്മളെ രാഷ്ട്രീയത്തിലൊന്നും അയാൾ ഇടപെടുന്നില്ലല്ലോ, നമ്മളെന്തിനാണ് അയാൾക്കെതിരായിട്ട് നീങ്ങുന്നത്? അപ്പോ മന്ത്രിയോട് വിളിച്ചു കൊണ്ടുവരാനാ പറഞ്ഞത്. അപ്പൊ പിന്നെ മന്ത്രി പോയി. ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹു വിളിക്കാൻ പോയപ്പോ കൊട്ടാരത്തിലുള്ള പരിചാരകന്മാരോടും അടിമകളോടൊക്കെ രാജാവ് പറഞ്ഞു, ഞാന് എന്റെ തലയെക്കിട്ട് അല്ലെങ്കിൽ കിരീടം ഞാനൊന്ന് നന്നാക്കാൻ വേണ്ടി, ഒന്ന് പൊക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോ നിങ്ങൾ ജഅഫറിനെ വെട്ടിക്കൊള്ളണം. ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹുവിനെ മന്ത്രി വിളിക്കാൻ ചെന്നപ്പോ ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹു പോയി. ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹു തീവ്രവാദിയും ഭീകരവാദിയും ഒന്നുമല്ല. ഭരണാധികാരിയെ വിളിക്കാൻ ചെന്നപ്പോ ചെന്നങ്ങ് കയറുമ്പോ നല്ല ജോറായിട്ട് കസേരയിലിരിക്കുന്ന രാജാവ് ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹു കയറി വരുന്നത് കണ്ടപ്പോ നേരെ എഴുന്നേറ്റ് ചെന്ന് ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹുവിന്റെ കൈ പിടിച്ച് ചുംബിച്ചു. കൈയും ശരീരമൊക്കെ ചുംബിക്കാണ്. പിടിച്ച് കൂട്ടിക്കൊണ്ടു വന്നിട്ട് കസേരമേൽ അവിടെ ഇരുത്തി. രാജാവ് നിലത്തവിടെ ഇരുന്നു. അവിടത്തേക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചു. ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്നെ ശല്യം ചെയ്യാതിരുന്നാ മതി, വേറൊന്നും വേണ്ട. എന്നെ ശല്യം ചെയ്യാതിരുന്നാ മതി, ഞാൻ എന്റെ വഴിക്ക് പോയിക്കോളും. ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹുവിനെ വളരെ ആദരവോടെ ഭരണാധികാരി കയ്യും പിടിച്ചു കൊണ്ടുപോയി വാഹനത്തിൽ കയറ്റിവിട്ടു. കഴിയുമ്പോഴേക്ക് ഭരണാധികാരി മറിഞ്ഞങ്ങ് വീണു. അതേ ഇമാം ഇബ്നുൽ അത്താർ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ രേഖപ്പെടുത്തുന്നു, 3 നിസ്കാരത്തിന്റെ സമയം അല്ലെങ്കിൽ 3 ദിവസം 2 റിപ്പോർട്ടുണ്ട്. രാജാവിന് ബോധമില്ല. ബോധം തെളിഞ്ഞതിന് ശേഷം മന്ത്രി സമീപത്തി എന്ന് ചോദിച്ചു, എന്താ സംഭവിച്ചത്? ആകെ അത്ഭുതമാണല്ലോ, കൊല്ലാൻ വേണ്ടി വിളിച്ചു കൊണ്ടുവന്നിട്ട് ആദരിച്ച് തിരിച്ചയച്ചിരിക്കുകയാണല്ലോ, അതിന്റെ പുറമെ ബോധം കെട്ട് വീടിരിക്കുകയാണല്ലോ, എന്താ സംഭവിച്ചത്? അപ്പോഴാണ് ഭരണാധികാരി പറഞ്ഞു, അദ്ദേഹം കയറി വന്നപ്പോൾ ഒരു വലിയ പാമ്പ്, ആ പാമ്പിനെ ഞാൻ ഇങ്ങനെ കാണുകയാണ്. ആ പാമ്പ് എന്നെയും എന്റെ കൊട്ടാരവും ഒന്നടങ്കം വയറ്റിലാക്കുമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ പരമാവധി ബഹുമാനവും ആദരവും കൊടുത്ത് ഞാൻ തിരിച്ചയച്ചു. അദ്ദേഹം പോകുന്നത് വരെ എന്റെ മനസ്സ് പതറിയില്ല. അദ്ദേഹം സദസ്സിൽ നിന്നിറങ്ങിയപ്പോ ഞാൻ പതറിപ്പോയി, ഞാൻ ബോധം കെട്ട് വീണുപോയി. ഓ സുഹൃത്തുക്കളെ, ഇത്രയും വലിയ മഹാനായ ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹു അഹ്ലു ബൈത്തിൽ വലിയ പ്രമുഖനാണ്. പക്ഷേ സ്വഭാവം എത്ര ലോലമാണെന്നറിയോ? വളരെ സൗമ്യമായ പെരുമാറ്റം, ആരോടും ചൂടാകലില്ല, ആരോടും വെറുപ്പ് പിടിക്കലില്ല. സുബ്ഹാനല്ലാഹ്, ഒരു ദിവസം ഇങ്ങനെ ഒരു സദസ്സിലിരിക്കുമ്പോ ഒരാളിങ്ങനെ തിരിഞ്ഞും പറഞ്ഞൊക്കെ നോക്കുന്നുണ്ട്. എന്താ സംഗതി എന്നറിയോ? അയാളുടെ ഒരു ബാഗ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്.
അദ്ദേഹത്തിനൊരു സംശയം, അത് എടുത്തത് ഇയാളാണോ? ആരെപ്പറ്റി? ജാഫർ സാദിഖ് റളിയല്ലാഹു അൻഹു ആണോ എടുത്തതെന്നൊരു സംശയം. ജാഫർ സാദിഖ് റളിയല്ലാഹുവിന്റെ അഡ്രസ്സോ ജാഫർ സാദിഖ് റളിയല്ലാഹു ആരാണെന്നോ ഒന്നും ഇയാൾക്കറിയില്ല. ഇയാളുടെ സാധനം പോയി കൂട്ടത്തിൽ കണ്ട ഒരാളെ സംശയിച്ചു. അങ്ങനെ ജാഫർ സാദിഖ് റളിയല്ലാഹു അൻഹുവിനെ സംശയം. സുബ്ഹാനല്ലാഹ്, ജാഫർ സാദിഖ് റളിയല്ലാഹു അൻഹു തോന്നി ഇയാൾക്ക് എന്നെ സംശയമുണ്ട് എന്ന് തോന്നി. എന്താ ചെയ്തത്? ശപിച്ചോ? ഇല്ല. ചൂടായോ? വെറുപ്പിടിച്ചോ? ഇല്ല. പിന്നെന്താ ചെയ്തത്? ജാഫർ സാദിഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മോനെ എന്റേത് എന്താ നഷ്ടപ്പെട്ടു പോയത്? എന്റേതോ 1000 സ്വർണ്ണ നാണയം പോയിട്ടുണ്ട്. ജാഫർ സാദിഖ് റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് പോയി 1000 സ്വർണ്ണ നാണയം എടുത്തുകൊണ്ടുവന്ന് അങ്ങ് കൊടുത്തു. നമ്മളാണെങ്കിലോ, നമ്മളാണ് കട്ടത് എന്ന് അയാൾ സംശയിച്ചു എന്ന് വന്നാൽ അദ്ദേഹത്തിന് നമ്മൾ പിന്നെ സംഖ്യ കൊടുത്താൽ ഉറച്ചില്ലേ നമ്മൾ തന്നെയാണെന്ന്. അതുകൊണ്ട് നമ്മളെ പണിക്ക് നിൽക്കുവോ? മഹാനായ ജാഫർ സാദിഖ് റളിയല്ലാഹു അൻഹു അങ്ങനെ ചിന്തിച്ചില്ല. അദ്ദേഹത്തിന്റെ മനസ്സിനൊരു വിഷമം വേണ്ട. അദ്ദേഹത്തിന് 1000 ദീനാർ അങ്ങ് കൊടുത്തു. അദ്ദേഹം അത് കിട്ടിയപ്പോ സന്തുഷ്ടനായി. അദ്ദേഹത്തിന്റെ മനസ്സ് സമാധാനിച്ചു. ജാഫർ സാദിഖ് റളിയല്ലാഹു അൻഹു ദുനിയാവിന് വില കൽപ്പിച്ചിട്ടില്ല, പണത്തിന് വില കൽപ്പിച്ചിട്ടില്ല. കുറച്ചു കഴിഞ്ഞപ്പോ പണം പോയ മനുഷ്യന്റെ ബാഗ് തിരിച്ചു കിട്ടി. ബാഗ് നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടി. തുറന്നു നോക്കുമ്പോ 1000 ദീനാറും അതിലുണ്ട്. ഇയാള് സങ്കടത്തോടെ വന്നു. ജാഫർ സാദിഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് അപ്പോഴും പരിചയമില്ല. വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ 1000 ദീനാർ നിങ്ങൾ തിരിച്ചു വാങ്ങണം. എന്റെ സ്വർണ്ണ നാണയവും ബാഗും തിരിച്ചു കിട്ടിയിട്ടുണ്ട്. ജാഫർ സാദിഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മോനെ ഞാൻ കൊടുത്തത് തിരിച്ചു വാങ്ങാറില്ല. ഏറ്റവും വലിയ തറവാടിത്തമാണത്. ഏറ്റവും വലിയ തറവാടിത്തമാണത്. ഖുറൈശി തറവാടാണ്, നബി കുടുംബമാണ്. ഏറ്റവും വലിയ തറവാടിത്തമാണത്. കൊടുത്തത് ഞാൻ തിരിച്ചു വാങ്ങുന്ന പതിവില്ല. ഇത്ര നല്ല സ്വഭാവക്കാരനായ ജാഫർ സാദിഖ് റളിയല്ലാഹു അൻഹുവിന്റെ സമീപത്ത് വരുന്നു ദാവൂദ് ത്വാഇ റളിയല്ലാഹു അൻഹു. അന്നത്തെ കാലത്ത് വലിയ വഅദ് പറയുന്ന പണ്ഡിതനാണ്. സമീപത്ത് വന്നിട്ട് വിളിക്കുകയാണ്, യബ്ന റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നോമന മകനായവരെ, ഫൈന ഖൽബി ഖദ് സുവദ്ദാ, എന്റെ ഹൃദയം കറുത്തുപോയി. ഞാൻ വഅദ് പറയാറുണ്ട്, ഞാൻ ഇൽമു പ്രചരിപ്പിക്കാറുണ്ട്. അതിന്റെ പേരിൽ പലരും ആദരിക്കാറുണ്ട്, ബഹുമാനിക്കാറുണ്ട്. പക്ഷേ അതിന്റെ പേരിൽ മനസ്സിന്റെ ഉള്ളിൽ, ആ പണ്ഡിതന്റെ മനസ്സിൽ ഞാനൊരു നല്ലവനാണെന്ന ചിന്തയില്ല. ആ മഹാനായ സയ്യിദിന്റെ മുമ്പിൽ പറയാണ്, എന്റെ ഹൃദയം കറുത്തുപോയി. യാ അബാ സുലൈമാൻ ലാ ഹാജത ലക ഇലാ ബഅദി, ഓ അബൂ സുലൈമാൻ, നിങ്ങൾ എന്നോട് പറഞ്ഞില്ലേ എനിക്കൊരു വഅദ് പറഞ്ഞു തരണം, എന്റെ മനസ്സ് കറുത്തുപോയി എന്ന്. അങ്ങനെ നിങ്ങൾ ഞാൻ വഅദ് പറഞ്ഞു തരേണ്ട ആളൊന്നുമല്ല. നിങ്ങൾ ഈ കാലഘട്ടത്തിലുള്ള ഏറ്റവും വലിയ ഭൗതിക വിഷയങ്ങളെ പരിത്യജിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു പണ്ഡിതനാണ്. ദാവൂദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, യബ്ന റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലായ എന്റെ മകനായവരെ, ലക്കും ഫദ്ലുൻ അലാ ജമീഇൻ നാസ്, നിങ്ങൾക്ക് സർവ്വജനങ്ങളെക്കാളും ആദരവുണ്ട്. വകലാമുകും മഖ്ബൂൽ, നിങ്ങളുടെ വാക്ക് വളരെ സ്വീകാര്യയോഗ്യമാണ്. വല്ലമലു ബിഹി ലാസിം, നിങ്ങൾ ഒരു കാര്യം പറഞ്ഞാൽ അതനുസരിച്ച് പ്രവർത്തിക്കൽ അനിവാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ എന്നെ ഉപദേശിക്കണേ, എന്റെ മനസ്സൊന്ന് നന്നാകട്ടെ. അപ്പോൾ ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹു മറുപടി, യാ അബൂ സുലൈമാൻ, ഓ അബൂ സുലൈമാൻ ദാവൂദ് ത്വാഇ, ഇന്നി ലഅഖാഫു മിൻ ആതിബനി ജദ്ദീ, ഞാൻ എന്റെ കാര്യത്തിൽ ബേജാറിലാണ്. എന്റെ ഉപ്പാപ്പ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊന്നോമന മക്കളിൽപ്പെട്ട ആളാണ് ഞാനെന്നും പറഞ്ഞ് നടന്നിട്ട് എന്റെ ഉപ്പാപ്പ എന്നെ ആക്ഷേപിക്കുമോ എന്ന പേടിയിലാണ്
വയഖൂൽ, ആ നബി തങ്ങൾ എന്നോട് പറഞ്ഞാലോ പാപ്പ പറഞ്ഞാലോ, മാ അദ്ദൈത ഹഖ്ഖ മുതാബഅതി, എന്നെ പിന്തുടർന്ന് ജീവിക്കേണ്ട കടപ്പാട് നീ വേണ്ടതുപോലെ വീട്ടിയിട്ടില്ല എന്നവിടുത്തെ സന്താന പരമ്പരകളിൽപ്പെട്ട എന്നോട് പറഞ്ഞാലോ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ബന്ധം ഏറ്റവും കൂടുതൽ പൂർണ്ണമാകേണ്ടത് ബിഹുസ്നിൽ മുആമല, അല്ലാഹുവുമായുള്ള കടപ്പാട് വീട്ടി, സൃഷ്ടികളുമായുള്ള കടപ്പാട് വീട്ടി, സ്വന്തം ശരീരത്തോടുള്ള കടപ്പാട് വീട്ടി. അങ്ങനെ റബ്ബിന് തഖ്വ ചെയ്ത് ജീവിച്ചുകൊണ്ടല്ലേ ഉപ്പാപ്പയുമായി അടുക്കേണ്ടത്. ഉപ്പാപ്പ എന്നെ ആക്ഷേപിക്കുമോ എന്ന പേടിയിലാണ് ഇതങ്ങ് പറഞ്ഞപ്പോ മഹാനായ ദാവൂദ് ത്വാഇ റളിയല്ലാഹു അൻഹു പൊട്ടി പൊട്ടി അങ്ങ് കരഞ്ഞു. നുബുവത്തിന്റെ ബീജവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനിച്ച ഈ മഹാൻ ഇങ്ങനെയാണോ റബ്ബിന്റെ മുമ്പിലെത്തുന്ന സമയത്ത് ഭയപ്പെടുന്നതെങ്കിൽ എന്റെ കഥ എന്താണ് അല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ദാവൂദ് ത്വാഇ റളിയല്ലാഹു അൻഹു പൊട്ടി പൊട്ടി അങ്ങ് കരഞ്ഞു. സുഹൃത്തുക്കളെ, ഇഖ്ലാസുള്ള റബ്ബിനെ ഭയപ്പെടുന്ന തഖ്വയുള്ള ആലിമീങ്ങൾ, അതുപോലെ തഖ്വയുള്ള സാദാത്തുക്കൾ, അവരെന്നും അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ഞാനൊരു വലിയവനെന്ന തോന്നലില്ലാതെയും റബ്ബിന്റെ മുമ്പിൽ എന്റെ അവസ്ഥ എന്താണെന്ന ചിന്തയിലും ജീവിക്കുന്നവരായിരിക്കും കേട്ടോ. അല്ലാഹു തആല അത്തരത്തിലുള്ള സാലിഹീങ്ങളെ ബർക്കത്ത് കൊണ്ട് നമ്മയും മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ. നാം തഖ്വയോടെ ജീവിച്ച് മരിക്കണം, തഖ്വയോടുകൂടെ ജീവിച്ച് മരിക്കണം. ഏകനായ റബ്ബിനെ സ്നേഹിക്കണം, ആ റബ്ബിനെ അനുസരിക്കണം, ആ റബ്ബിൽ അർപ്പിക്കണം, ആ റബ്ബ് തരുന്നത് തൃപ്തിയോടെ സ്വീകരിക്കണം. ഞാനൊരു കാര്യം പറയട്ടെ. 2 ആഴ്ച മുമ്പ് ഞാനൊരു വീട്ടിൽ പോയി. എന്റെ നാട്ടിനടുത്തുള്ളൊരു വീടാണ്, വാണിമേലിലാണ്. അവിടെ പോകാൻ എന്തേ കാരണം? അവിടെ ഒരു അത്യാഹിതം നടന്ന വീടാണ്. എന്താ സംഭവിച്ചത്? അവിടെയുള്ളൊരു സ്ത്രീ, എന്താണ് കാരണമെന്ന് എനിക്കറിയില്ല. ഒരു പക്ഷേ ഭർത്താവിനോട് ചെറിയ വെറുപ്പ് വന്നതായിരിക്കാം, ഭർത്താവിനോട് വല്ലതും പിണങ്ങിയതായിരിക്കാം, അല്ലെങ്കിൽ ഭർത്താവിന്റെ കുടുംബത്തോട് പിണങ്ങിയതായിരിക്കാം. കാരണം എനിക്കറിയില്ല. ആ സ്ത്രീ എന്തു ചെയ്തു എന്നറിയോ? 4 വയസ്സ് പ്രായമുള്ളൊരു നഴ്സറി വിദ്യാർത്ഥി, ആ ചെറിയ കുട്ടിയെയും അതിന്റെ ചുവടെയുള്ള മറ്റൊരു കുട്ടിയെയും, 2 കുട്ടികളെയും എടുത്തിട്ട് നേരെ പോയി കിണറ്റിലങ്ങ് ചാടി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ആ 2 പിഞ്ചുമക്കളും വെള്ളം കുടിച്ചങ്ങ് മരിച്ചുപോയി. ഈ പെണ്ണോ, ആ പെണ്ണ് വെള്ളം കുടിക്കുന്ന രംഗം വന്നപ്പോ അതാ കിട്ടിയ പൈപ്പ് പിടിച്ചു, അവിടെ നിന്നു. ജനങ്ങൾ ബഹളം വെച്ച്, ആളുകൾ വന്നു, ഫയർഫോഴ്സ് വന്നു, അവളെ രക്ഷപ്പെടുത്തി. 2 പിഞ്ചുമക്കൾ മരണപ്പെട്ടു പോയി. ഈ പെണ്ണിനെ ആശുപത്രിയിലേക്കും പിന്നെ അതാ പോലീസ് സ്റ്റേഷനിലേക്കും കൊണ്ടുപോയി. ഞാനൊരു കാര്യം പറയട്ടെ. എന്റെ ഈ വഅദിന്റെ സദസ്സിൽ പങ്കെടുക്കുന്ന സ്ത്രീകളുണ്ടെങ്കിൽ, പുരുഷന്മാരുണ്ടെങ്കിൽ ചോദിക്കട്ടെ, എങ്ങനെ മുസ്ലിം സമുദായത്തിൽ ഇങ്ങനെ ആത്മഹത്യകൾ ഉണ്ടാകുന്നു, കൊലകൾ നടക്കുന്നു? മൻ ഖതല മുഅ്മിനൻ മുതഅമ്മിദൻ ജസാഉഹു ജഹന്നമു ഖാലിദൻ ഫീഹാ. ഒരു ഈമാനുള്ള ശരീരത്തെ, നിരപരാധിയായ ഒരു ശരീരത്തെ വല്ലവനും വധിച്ചാൽ അവൻ ജഹന്നമിലാണ്, നരകത്തിലാണ്. ജഹന്നമെന്ന് പറഞ്ഞാലോ ഇവിടെയുള്ള തീയിന്റെ 70 ഇരട്ടിയോളം ചൂടുള്ള തീ. ആ തീയിലാണ്. ഒരു ദിവസമല്ല, 100 കൊല്ലമല്ല, 1 കോടി വർഷമല്ല,
ഖാലിദൻ ഫീഹാ, കാലകാലം ജഹന്നമിലാണ്. നിരപരാധിയെ കൊന്നവൻ കാലകാലം ജഹന്നമിലാണ്. ഈ ആയത്തിന്റെ തഫ്സീർ ഓതിയവർക്കറിയാം അത് കുഴപ്പമില്ല, അത് അനുവദനീയമാണെന്ന വിശ്വാസത്തോടെയാണെങ്കിൽ കാലകാലം കാലകാലം കാലകാലം, അതേ കോടി 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 കോടി, ഞാൻ എൻ്റെ മരണം വരെ ആവർത്തിച്ചു പറഞ്ഞാലും തീരാത്ത കാലം മുഴുവനും ഇവിടെയുള്ള തീയിന്റെ 70 ഇരട്ടി ചൂടുള്ള ജഹന്നമിലാണ്. ഇനിയത് പച്ച ഹറാമാണെന്നും തെറ്റാണെന്നുമൊക്കെയുള്ള വിശ്വാസത്തോടുകൂടി ആണ് ചെയ്തതെങ്കിലോ, എന്നാലും വളരെ വലിയ നീണ്ട കാലം റബ്ബിന്റെ മഗ്ഫിറത്തില്ലെങ്കിൽ നരകത്തിൽ തന്നെ. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങൾ അഹ്ലു ബൈത്തിനെ സ്നേഹിക്കുന്നില്ലേ? നബി കുടുംബത്തെ സ്നേഹിക്കുന്നില്ലേ? നിങ്ങൾ തങ്ങന്മാരെ ദുആ പ്രതീക്ഷിക്കുന്നില്ലേ? നിങ്ങൾ ആലിമീങ്ങളെ ദുആ പ്രതീക്ഷിക്കുന്നില്ലേ? എങ്കിൽ സർവ്വ ആലിമീങ്ങളെങ്കിലും ഗുരുവര്യരാരാണ്? സർവ്വ സയ്യിദന്മാരുടെയും ഉപ്പാപ്പയാരാണ്? അത് റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലേ. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ ഒരു മയ്യിത്ത് വന്നിരിക്കുന്നു, ഒരു ഡെഡ് ബോഡി വന്നിരിക്കുന്നു. ആ മയ്യിത്തിന് വേണ്ടി സാധാരണ നിലക്ക് മയ്യിത്ത് കൊണ്ടുവന്നാൽ നബി തങ്ങൾ ഇമാമത്ത് നിന്നാണ് നിസ്കരിക്കാറുള്ളത്. അങ്ങനെ നിസ്കരിക്കാൻ മയ്യിത്ത് കൊണ്ടുവന്നപ്പോ അത് ആത്മഹത്യ ചെയ്ത് മരിച്ച മയ്യിത്താണെന്ന് നബി തങ്ങൾ അറിഞ്ഞപ്പോൾ അവിടുന്ന് മാറി നിൽക്കുന്നു. ഞാനാ മയ്യിത്തിന് നിസ്കരിക്കുന്നില്ല. അവിടുന്ന് നിസ്കരിക്കാതെ മാറി നിൽക്കുന്നു. ഫർദ് കിഫ വീടാൻ വേണ്ടി നമ്മൾ ഖവാരിജല്ലല്ലോ. ഖവാരിജ് എന്ന് മറ്റു പുത്തൻവാദികൾ ഉണ്ടായിരുന്നു. സുന്നികളൊക്കെ മുശ്രിക്കുകളാണെന്ന് വാദിക്കുന്ന ഖവാരിജ്. ആ ഖവാരിജിന്റെ വാദമാണ് വൻകുറ്റം ചെയ്താൽ ഇസ്ലാം എന്ന് പുറത്താണെന്ന വാദം. ആ വാദം നമുക്കില്ലല്ലോ. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ മയ്യിത്ത് നിസ്കരിക്കാതെ മാറി നിന്നിട്ട് സഹാബികളോട് നിസ്കരിക്കാൻ പറഞ്ഞു. ഫർള് കിഫ വീടാൻ പറഞ്ഞു. അയാൾ മുസ്ലിം അല്ലെന്ന് വിധിക്കുന്നില്ല. അതുകൊണ്ടാണ് നമ്മളെ മൈതാനിയിൽ മറമാടുന്നത്. അതുകൊണ്ടാണ് നമ്മൾ മയ്യിത്ത് നിസ്കരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളെ മൈതാനിയിൽ മറമാടുന്നത്. കാഫിർ എന്ന് വിധിക്കുന്നില്ലെന്ന് മാത്രം. അതേ സമയത്ത് അതിന് കുഴപ്പമില്ല, തെറ്റില്ല എന്ന് വിശ്വസിച്ചുകൊണ്ടാണെങ്കിൽ അവൻ പച്ച കാഫറുമാണ്, അവൻ കാലകാലം നരകത്തിലുമാണ്. എത്ര ഗൗരവമുള്ളതാണ്. പക്ഷേ സുഹൃത്തുക്കളെ, എത്ര ഗൗരവമുള്ളതാണ് ആത്മഹത്യയും മറ്റൊരാളെ കൊല്ലൽ. ചെറിയ വിഷയം. എന്തേ നമ്മുടെ സ്ത്രീകൾ ചിലർ ഇങ്ങനെ വിവരമില്ലാത്തവരായി പോകുന്നത്? ഇത്രയും വിവരമില്ലാതെയായി പോകുന്നത്? ചെറിയൊരു പ്രശ്നം വരുമ്പോഴേക്ക് ആത്മഹത്യ ചെയ്യാനൊരു. സുബ്ഹാനല്ലാഹ്. ഒരു ദിവസം ഞാനുമായി നല്ല ബന്ധമുള്ള ഒരു നല്ല മനുഷ്യൻ, അല്ലാഹു അദ്ദേഹത്തിന് ദീർഘായുസ്സും ആഫിയത്തും തൗഫീഖും വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. അദ്ദേഹത്തിന്റെ കുടുംബത്തിനും അല്ലാഹു ഖൈർ ചെയ്യട്ടെ. വിവരക്കേട് വന്നു പോയ മകൾക്ക് അല്ലാഹു തആല പുറത്തു കൊടുക്കട്ടെ. ഒരു ചെറിയ കുട്ടിയെയും എടുത്ത് അങ്ങനെ തന്നെ ചെന്ന് ഒരു തീവണ്ടിയുടെ മുമ്പിൽ അങ്ങ് ചാടി ഒരു സ്ത്രീ. അവൾ അങ്ങനെ തന്നെ കഷ്ടമായി പോയി. പക്ഷെ ഈ ചെറിയ കുട്ടിയുടെ, ചെറിയ പിഞ്ചു കുട്ടിയുടെ 2 കാലും വണ്ടിക്ക് കുടുങ്ങി തെറിച്ചുപോയി. കുട്ടി മരിച്ചില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ അതിന്റെ അവസ്ഥ എന്താണ്. ഞാൻ ആ വീട്ടിൽ പോയിട്ടുണ്ട്. എന്റെ സഹോദരിമാരോട് ഞാൻ പറയട്ടെ, എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നത്തിന് ഭർത്താവുമായി ഒരു വാക്ക് തർക്കം നടന്നാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ വിഷയം വരുമ്പോഴേക്ക് ഞാനങ്ങ് മരിക്കുക എന്ന് ചിന്തിക്കുന്നത് ഒരിക്കലും തന്നെ ആലോചിക്കാൻ പറ്റാത്ത ചിന്തയാണ്. മരിച്ചു കഴിഞ്ഞാൽ ഖബറിൽ ചെല്ലുന്നതോടുകൂടി നിന്നെ ബിരിയാണിയും വെച്ച് സൽക്കരിക്കാൻ കാത്തിരിക്കുന്നുണ്ടോ മലക്കുകൾ? എവിടുന്നാണ് ഈ ദുഷ്ട ചിന്ത വരുന്നത്? ഖബറിൽ ചെല്ലുന്നതോടുകൂടി സന്തോഷത്തോടെ നിന്നെ സൽക്കരിക്കാൻ, പുതിയാപ്പിളിനെയും പുതിയ പെണ്ണിനെയും സൽക്കരിക്കാൻ നിൽക്കും പോലെ നീ ആത്മഹത്യയും ചെയ്തങ്ങ് ചെന്നാൽ ഖബറിൽ ചെല്ലുന്ന സമയത്ത് എന്നെ സൽക്കരിക്കാൻ നിൽക്കുകയാണോ ആൾക്കാർ? ഇങ്ങനെയാണ് ഈ ദുഷ്ട ചിന്ത വിവരം കെട്ട സ്ത്രീകൾക്ക് വന്നു പോകുന്നത്. ഒരിക്കലും എന്റെ സഹോദരിമാരെ, സഹോദരന്മാരെ, ഏത് പ്രശ്നം സംഭവിച്ചാലും അങ്ങനെ ഒരു ചിന്ത വന്നു പോകരുതേ.
ഒരാളെ കൊല്ലുകയെന്ന ചിന്ത അത് സ്വന്തം ശരീരത്തെ ആയാലും വലിയ തെറ്റ് തന്നെ. തൗബക്ക് അവസരമില്ലാതെ മരിക്കുകയല്ലേ, ആഖിബത്ത് നന്നായി മരിക്കലല്ലേ നമ്മുടെ ലക്ഷ്യം. എന്തിനാണ് നമ്മൾ ഈ സദസ്സിൽ വന്നത്? എന്തിനാണ് നമ്മൾ ആലിമീങ്ങളുടെയും മുതഅല്ലിമീങ്ങളുടെയും അഹ്ലു ബൈത്തിന്റെയും സ്ഥാപനങ്ങളിലും സദസ്സുകളിലുമൊക്കെ പോകുന്നത്? എന്തിനാണ് നമ്മൾ ഇവിടെ വന്നത്? നമ്മുടെ പരമോന്നത ലക്ഷ്യം ആഖിബത്ത് നന്നായി മരിക്കലല്ലേ. ആഖിബത്ത് നന്നാകൽ എങ്ങനെയാണ്? അവസാനം നന്നാകലല്ലേ. നമ്മൾ നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് അവസാനം ഏറ്റവും വലിയ വൻകുറ്റവും ചെയ്തുകൊണ്ടുള്ളൊരു മരണമാണ് സംഭവിക്കുന്നതെങ്കിൽ അതിനേക്കാൾ വലിയൊരു ആഖിബത്ത് മോശമാകലുണ്ടോ? പടച്ച റബ്ബേ, ഞങ്ങളെയോ ഞങ്ങളുമായി ബന്ധപ്പെട്ടവരെയോ ആരെയും നീ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തരുതേ അല്ലാ. ഇനി ഒന്നുകൂടി ഞാൻ സൂചിപ്പിക്കട്ടെ, വാഹന അപകടത്തിൽ മരിക്കുന്ന ധാരാളം ആളുകളുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ യുവാക്കളോട് പറയട്ടെ, നിങ്ങൾ നല്ല മോട്ടോർ സൈക്കിൾ വാങ്ങിയിട്ട് അതിൻ്റെ മേലെ കയറിയാൽ അഹങ്കാരം മനസ്സിൽ ചിലപ്പോ വരും. അതുപോലെ ചിലപ്പോ നല്ലൊരു വണ്ടി കയറിയാൽ ശൈത്താൻ നമ്മളെ വഞ്ചിക്കും. നമ്മുടെ മനസ്സിൽ അഹങ്കാരം വരും. അപ്പോൾ പിന്നെ മറ്റവനോടൊന്ന് മത്സരിച്ചാൽ എന്താ, അവനെ ഒന്ന് ഓവർടേക്ക് ചെയ്താൽ എന്താ, എനിക്കൊന്ന് കടകട കടകടാന്ന് പറഞ്ഞു പോയാലെന്താ, ആളുകളൊക്കെ എന്നെ ഒന്ന് തിരിഞ്ഞു നോക്കട്ടെ എന്ന ഒരു ചിന്ത കൽബിലേക്ക് വരും. ആ ചിന്ത അഹങ്കാരത്തിൽ നിന്നുള്ളതാണ്. നടക്കുമ്പോൾ പോലും അങ്ങനെ ഒരു ചിന്ത വന്നുകൂടെന്നല്ലേ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. ലാ തംസി ഫിൽ അർളി മറഹാ ഇന്നക ലൻ തഖ്രിഖൽ അർള വലൻ തബ്ലുഗൽ ജിബാല തൂലാ. നിനക്ക് ഭൂമി കീറാൻ കഴിയൂല, നീണ്ടിട്ട് നിനക്ക് പർവ്വതത്തോളം നീളാനും കഴിയില്ല. പർവ്വതത്തോളം നീളാൻ പോയിട്ട് സുബ്ഹാനല്ലാഹ്, ഈ കാണുന്ന ബൾബ് മാറ്റണമെങ്കിൽ തന്നെ കോണി വെക്കണ്ടേ നീ? എങ്കിൽ പിന്നെ നിന്റെ നീളത്തിന്റെ കാര്യം എന്ത് പറയാനാ? നിനക്ക് തിന്നാനുള്ള പഴം മൈസൂർ വാഴയുടെ മുൻമേലെയുണ്ടെങ്കിൽ പറിക്കാനെത്താതെ തുള്ളി നോക്കുന്നവനല്ലേ നീ? എങ്കിൽ പിന്നെ നിന്റെ കഥ എന്ത് പറയാനാ? അതുകൊണ്ട് നീ അഹങ്കരിച്ചുകൊണ്ട് തുള്ളിച്ചാടി നടക്കണ്ട എന്ന് ഖുർആൻ പറഞ്ഞെങ്കിൽ അപകടം പിടിച്ച വാഹനത്തിന്റെ മേലെ കയറി സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. ഇത് എനിക്ക് പാകപ്പെടുത്തി തരുന്നത് റബ്ബാണെന്ന ചിന്തയോടെ ബിസ്മി ചൊല്ലി കാവലാക്കിയിട്ട് അല്ലാഹുവിന്റെ പരിശുദ്ധത വാഴ്ത്തിയിട്ട് അല്ലാഹുവിന്റെ മേൽ തവക്കുലാക്കി വാഹനം ഓടിക്കാൻ നിർദ്ദേശിക്കപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരനായ നീ മോട്ടോർ സൈക്കിളിന്റെ മേലെ കയറിയിട്ട് ചടപടയാക്കിയിട്ട് അഹങ്കാരത്തിന്റെ പോക്ക് പോകുന്നുണ്ടോ ചെറുപ്പക്കാരാ? എങ്കിൽ നീ ആ പോക്കിലങ്ങ് മരണപ്പെട്ടു പോയാൽ നീയും ആത്മഹത്യയുടെ അതേ മാർഗത്തിലാണ് കേട്ടോ. ചിലപ്പോ പണ്ഡിതന്മാർ അപകടം പറ്റി മരിച്ച വീട്ടിൽ വന്നിട്ട് അപകടം പറ്റി മരിച്ചവർക്ക് ഷഹീദിന്റെ കൂലി കിട്ടുമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടെങ്കിൽ നീ തെറ്റിദ്ധരിക്കണ്ട. അത് അപകടത്തിൽ മരിച്ചവർക്കാണ്. നീ അപകടം വലിച്ചു വരുത്തിയതാണ്, വിളിച്ചു വരുത്തിയതാണ്, നീ അപകടമുണ്ടാക്കിയതാണ്. നിനക്ക് ഷഹീദിന്റെ കൂലിയല്ല, ആത്മഹത്യയുടെ തെറ്റ് വരാനാണ് കാരണമാകുന്നത്. റബ്ബ് കാക്കട്ടെ. അതുകൊണ്ട് ചെറുപ്പക്കാർ വാഹനമോടിക്കുമ്പോ നന്നായി ശ്രദ്ധിക്കണമെന്നുകൂടി ഈ സമയത്ത് ഉണർത്തുകയാണ്. സുഹൃത്തുക്കളെ, ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. അല്ലാഹു ജല്ല ജലാലുഹു ഒരപകടത്തിലും പെടുത്താതെ നമ്മെ സംരക്ഷിക്കുമാറാകട്ടെ. നിങ്ങളെല്ലാം സ്വലാത്തിൽ ദുആ ചെയ്യുമ്പോൾ ഉൾപ്പെടുത്തണം. എൻ്റെ അടുക്കൽ 5-8 കൊല്ലത്തോളം പഠിച്ച് മർക്കസിൽ പോയി സഖാഫി ബിരുദമെടുത്ത് അതിൻ്റെ ശേഷം കുറ്റിയാടി ദേവാ കോളേജിൽ ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരനായ അഫ്സൽ സഖാഫി വളെ അദ്ദേഹം ഇന്ന് രാവിലെ ഒരപകടത്തിൽപ്പെട്ടു. അല്ലാഹു തആല അദ്ദേഹത്തിന് പൂർണ്ണ സലാമത്ത് നൽകട്ടെ. ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ ഓപ്പറേഷൻ നടക്കുകയാണ്. അല്ലാഹുവേ,
ആ ചെറുപ്പക്കാരന് പരിപൂർണമായ ആഫിയത്ത് നൽകണം റഹ്മാൻ. എല്ലാ രോഗങ്ങളും സുഖപ്പെടുത്തി ആരോഗ്യത്തോടുകൂടെ നിന്റെ ദീനിന്റെ ഖിദ്മത്തിന് നീ എളുപ്പം ചെയ്യണം റഹ്മാനെ, തൗഫീഖ് ചെയ്യണം റഹ്മാനെ. അതുപോലെ അപകടത്തിൽപ്പെട്ട ആര് എവിടെയുണ്ടോ എല്ലാവർക്കും നീ സലാമത്ത് നൽകണം റഹ്മാനെ. നാളെ ഓപ്പറേഷന് പോകുന്നവർ ഇവിടെ കയറി വരുമ്പോൾ ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. ഞങ്ങളിൽ പലർക്കും ചില രോഗങ്ങളുണ്ട്, വലുതുണ്ട് ചെറുതുണ്ട്, പലരുമുണ്ട്. അല്ലാഹുവേ, ഏത് രോഗമുള്ളവർക്കും നീ സലാമത്ത് നൽകണേ റഹ്മാനെ. സിറാജുൽ ഹുദയുടെ തൊട്ടടുത്ത വീട്ടിലുള്ള ബഷീർ, ഞാൻ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയപ്പോ അദ്ദേഹത്തിന്റെ ഫോണാണ്. ചെറിയ 11 വയസ്സുള്ള ഒരു കുട്ടി, പെട്ടെന്ന് ഒരു ചെറിയ ഊനിന്റെ രോഗം, നാളെ ഓപ്പറേഷനാണ്, ദുആ ചെയ്യണം എന്ന് പറഞ്ഞു. അല്ലാഹുവേ, ആ കുട്ടിയുടെ രോഗം നീ സുഖപ്പെടുത്തണം റഹ്മാൻ. അതുപോലെ സിറാജുൽ ഹുദയിലേക്ക് നേർച്ചകളും സദഖകളും തന്നു. ഇന്ന് മലപ്പുറം ജില്ലയിൽ നിന്നും മറ്റ് പല സ്ഥലങ്ങളിൽ നിന്നും ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. അല്ലാഹുവേ, ആര് നിന്റെ ദീനിന്റെ സ്ഥാപനങ്ങളെ സഹായിക്കുന്നവരുണ്ടോ, നിന്റെ ദീനിന്റെ സ്ഥാപനങ്ങൾക്ക് നേർച്ച നൽകുന്നവരുണ്ടോ, അവരുടെ എല്ലാ പ്രശ്നങ്ങളും രോഗങ്ങളും ഞങ്ങളുടെ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം റഹ്മാനെ. ഞാൻ എൻ്റെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. സുഹൃത്തുക്കളെ, തഖ്വയോടുകൂടെ ജീവിച്ച് മരിക്കണം. നമ്മളെപ്പോഴും നമ്മുടെ ആഖിബത്തിനെ സംബന്ധിച്ച് നല്ല ഭയമുള്ളവരായിരിക്കണം. ഞാനൊരു നല്ലവൻ, ഞാനൊരു വലിയവൻ, അങ്ങനെ ഒരു ചിന്ത ഒരാളുടെ മനസ്സിൽ വന്നു പോകുന്നു. ആഖിബത്തിനെ സംബന്ധിച്ച് നല്ല ചിന്ത വേണം. ബഹുമാനപ്പെട്ട ഇബ്നുൽ ലഖാർ റഹ്മത്തുള്ളാഹി അലൈഹി 92 ഔലിയാക്കളുടെ ചരിത്രം പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിൽ പറഞ്ഞ ഒരു വലിയ മഹാനാണ് അഹ്മദ് ഇബ്നു ഹർബ് റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ വലിയ മഹത്വമുള്ള ആളാണ്. പഠിച്ചവനെ, അല്ലാഹുവിന്റെ പൊരുത്തത്തിലല്ലാതെ ഒരു സംഗതിയും വന്നു പോകരുത്, വലിയ നിർബന്ധം. ഒരു ദിവസം ഉമ്മ നല്ലൊരു കോഴിയെ അറുത്ത് ചുട്ട് മകനായ അഹ്മദ് ഇബ്നു ഹർബ് റളിയല്ലാഹു അൻഹു കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു, മോനെ, നീ നന്നായിട്ട് കഴിച്ചോ, ഇത് ഞാൻ തന്നെ പോറ്റിയ കോഴിയാണ്, അതുകൊണ്ട് അതിലൊരു ഹറാമും വരൂല, ഒരു സുബഹത്തും വരൂല, അതുകൊണ്ട് നീ പേടിക്കാണ്ട് തിന്നോ. ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് അതാണ്. കഴിക്കുന്ന ഭക്ഷണം ഹലാലായിരിക്കണം, സുബഹത്തില്ലാത്തതാകാൻ വേണ്ടി ശ്രമിക്കണം. ഇന്ന് സുബഹത്തില്ലാത്ത ഭക്ഷണം കിട്ടുമെന്ന് അറിയില്ല. അഹ്മദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു ഉമ്മയോട്, എനിക്കത് പ്രയാസമുണ്ട്. കാരണം ഞാൻ ഈ കോഴിയെ നമ്മുടെ അയൽവാസിയുടെ വീട്ടിന്റെ മോന്തായത്ത് കണ്ടിട്ടുണ്ട് ഒരു ദിവസം. അവിടുന്ന് അതൊരു വിത്തെടുത്ത് തിന്നിട്ടുണ്ട്. ആ വീട്ടുകാരനാണെങ്കിലോ അദ്ദേഹം ഒരു സൈന്യത്തിൽ ജോലി ചെയ്യുന്ന ആളാണ്. അവിടെ അദ്ദേഹത്തിന്റെ കയ്യിലുള്ളതൊക്കെ, സൈന്യം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നല്ലവരുണ്ടാവും, മോശമുണ്ടാവും. അദ്ദേഹത്തിന്റെ ഭക്ഷണമൊക്കെ ശരിയായതാണോ അല്ലേ എനിക്ക് അറിയില്ല. അതുകൊണ്ട് ആ കോഴിയിറച്ചി എനിക്ക് വേണ്ട. അത്ര സൂക്ഷിച്ച് ജീവിച്ച ആളാണ് അഹ്മദ് ഇബ്നു ഹർബ് റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ ഒരു ദിവസം മഹാനവറുകളുടെ അയൽവാസിയായ ഒരു മജൂസിയുണ്ട്, തീന ആരാധിക്കുന്ന ആളാണ്. അദ്ദേഹവും വേറൊരാളും കൂടി ഷെയറായി ബിസിനസ്. അപ്പോ കച്ചവടച്ചരക്കുമായി ഇങ്ങനെ ഈ മജൂസി പോകുമ്പോ കൊള്ളക്കയറി കച്ചവടത്തിലുള്ള എല്ലാ കച്ചവട സാധനങ്ങളും കൊള്ള ചെയ്തു. ഈ വിവരം അഹ്മദ് ഇബ്നു ഹർബ് റളിയല്ലാഹു അൻഹു അറിഞ്ഞു. നാട്ടിൽ കൂടുതൽ ആളുകളോട്, ശിഷ്യന്മാരോട് പറഞ്ഞു, നമ്മളൊന്ന് നമ്മുടെ തൊട്ടടുത്ത അയൽവാസിയായ മജൂസിനെ കാണാൻ പോകാം. അതെന്തിനാ? അദ്ദേഹത്തിന്റെ കൂറുകാരന്റെ കൂടെയുള്ള കച്ചവടം കവർച്ച ചെയ്തു പോയിട്ട് വലിയ മുസീബത്ത് പറ്റി നമ്മൾ അയൽവാസിയായ മജൂസിക്ക്. അമുസ്ലിം സഹോദരനോടും സൗഹാർദ്ദത്തിലല്ലേ ജീവിക്കേണ്ടത്. തീവ്രവാദിയും ഭീകരവാദിയും വർഗീയവാദിയും ആകാൻ പാടില്ലല്ലോ. അവിടെ നമുക്ക് അയാളെ പോയി കണ്ണോക്ക് കാണോ, അയാൾക്ക് വലിയ നഷ്ടം പറ്റിയിട്ടുണ്ട്. അയൽവാസി എന്നുള്ള നിലയ്ക്ക് നമുക്കൊരു കടപ്പാടുണ്ട്, നമ്മൾ പോകാറ്.